ഗൈസ് നോക്കൂ, അങ്ങനെ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നീണ്ടൊരു യാത്ര. ഗൈസ് ഒരാഴ്ചയാണ്, പക്ഷെ വലുതാണ്. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈസ് നോക്കൂ, നമ്മുടെ എൻഡവർ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ SS നെപ്പോളിയൻ എടുക്കുന്നില്ല, വേറെ വണ്ടിയൊന്നും എടുക്കുന്നില്ല, എൻഡവറിലാണ് പോകുന്നത്. അപ്പം എങ്ങോട്ടാണെന്നുള്ളതെല്ലാം പറയാം. ആദ്യം എന്താ സംഭവം എന്ന് വെച്ചാൽ ബീഗുവിനെ റാംബോനെ ബോർഡിങ്ങിലാക്കണം. അതിന് മുന്നായിട്ട് പണിയാൻ കൊടുത്ത് 2 വാഹനങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വണ്ടി വെക്കണം. വണ്ടി കൊണ്ട് വൃത്തിയാക്കി ക്ലീൻ ആയിക്കൊണ്ട് വരണം. യാത്ര പോകുന്നതാണ്. അപ്പം അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സെപ്പറേറ്റ് അല്ല, സർപ്രൈസ്. അതായത് നമ്മൾ നേരെ പോകുന്നത് വർക്ക്ഷോപ്പിലേക്കാട്ടോ. വർക്ക്ഷോപ്പിൽ പോകണം, വർക്ക്ഷോപ്പിൽ പോയിട്ട് വണ്ടി എടുക്കണം. അപ്പം ഇവനെ ബോർഡിങ്ങിലാക്കണം, അപ്പുറം ബീഗും ഉണ്ട്, അവനെ ബോർഡിങ്ങിലാക്കണം. ഗൈസ് അപ്പം നമുക്ക് നേരെ പോവാം. നമുക്ക് ഓരോന്നോരോന്നിട്ട് ചെയ്യാം. മറ്റേ 2 വണ്ടി എടുക്കണം. 2 വണ്ടി എടുത്താലും ഇവനെ കൊണ്ട് വിടാൻ വേണ്ടി പറ്റുമോ? അതെ, കറക്റ്റാണ് ലിബിൻ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സുഹൃത്തുക്കളെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം, അതാണ് ആശാന്റെ ഉദ്ദേശം. ഇങ്ങ് പോകുന്നു കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പം വരുന്നുണ്ടാ? വരുന്നുണ്ട്, ഒരു ഉടുപ്പിടാൻ പറ. അന്ന് അമ്മ ഒരു പണി, അവരിങ്ങോട്ട് തിരിച്ചു വരില്ലേ, ഒരു ഉടുപ്പും ഡ്രസ്സും ഇട്ട് വരാൻ പറ. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ പോകുന്നോട്ടെ. നമുക്ക് എന്തായാലും വണ്ടി എടുക്കണ്ട. കഴിച്ച് വന്നിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇത് മാറ്റണം, അത് മാറ്റണം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. വണ്ടി ഇടാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇച്ചിരി കയറി നിർത്ത് കുഴപ്പമില്ല, പുൽക്കോടെല്ലാം മാറ്റിയതല്ലേ. കൊച്ചു പിന്നെ ആടിനെടുത്ത് ഒളിപ്പിച്ച് വെച്ചാ സാധനം എല്ലാം പൊട്ടിച്ച് കളഞ്ഞേട്ടാ. ഇവിടെ കൊറോള ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിടാം, പക്കോട് ഇങ്ങനെ ഇടാം. അപ്പം പിന്നെ അവിടെ ഒരു കൊറോള അങ്ങോട്ട് കയറ്റിയിട്ട് ഒരു കൊറോള ഇങ്ങോട്ട് ഇട്ടാ പോരെ. പ്രശ്നം കഴിഞ്ഞില്ലേ? അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എന്നാടാ ആണോ ആ സിനിമ വർത്താനം കൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം പൂർത്തിയായി. ഇനി അതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംതൃപ്തി. ചെറുക്കൻ വർത്താനം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊളിയായിരിക്കും കേട്ടോ. ഇല്ല, പുറത്തുണ്ട് ഒറ്റ അടി പൊളഞ്ഞു പോയി ഞാൻ, ഒറ്റ ഒരടി. വെള്ളം ഒഴിച്ച് നീ പോട്ടെ, നിന്റെ ഡ്യൂട്ടി ആട്ടെ മൊത്തം വെള്ളം ഒഴിക്കുന്നത് നിന്റെതാ. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. വർക്ക്ഷോപ്പിൽ പോയിട്ട് 2 വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. ആദ്യം ഒരു വണ്ടിയുടെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു വണ്ടിക്ക് 2 വണ്ടിയുടെ ടയർ പിന്നെ അത്ര പോരാട്ടെ, ടയർ മാറ്റണം. വരുമ്പോൾ വേണം മേടിച്ചോണ്ട് വരാൻ വേണ്ടി. ഞങ്ങളെ കൊണ്ടുവിട്ടു, നമുക്ക് വണ്ടി എടുക്കാം കേട്ടോ. ഇത് റെഡിയായി കിടക്കുന്നതാണ്. ഇതിന് പെയിന്റ് വർക്ക് ഉണ്ട് കേട്ടോ, കുറച്ച് അതെല്ലാം ചെയ്യണം. ഇനി അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതിനെ കൂടെ പരിപാടി കഴിഞ്ഞാൽ 2 വണ്ടിയും കൊണ്ട് നേരെ പോവാം. ഒക്കോ മൈക്കിളെന്തി മൈക്കിളെ ടാറ്റാ ബൈ 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 ബൈ. വണ്ടി ഒന്ന് സ്കാനിങ് കൂടെ ചെയ്ത് 2 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണേ. അത് 9,000 ഇത് 2 ഏതെങ്കിലും ഒന്ന് നമുക്ക് കൊണ്ടുപോകണം. അതിന് മുമ്പായിട്ടേ ഇതൊരു സംഭവം, ഇതിൻ്റെ ഏതിലൊരു നല്ല ടയർ എടുത്ത് അതിൻ്റെ ഫ്രണ്ട് ടയറിന് ഇടണം. അതിൻ്റെ ഏതൊരു ഫ്രണ്ട് ടയർ പടപടാന്ന് പറഞ്ഞ സൗണ്ടാണ്. അപ്പോൾ അത് നോക്കണം. ഇവർ പോയില്ലേ, നിങ്ങൾ പോകുന്നില്ലേ? വണ്ടി ഒന്ന് കഴുകണം. ഇവർ എല്ലാ പരിപാടിയും കണ്ടുവേണം. പോകുന്നതുകൊണ്ട് ഫുള്ള് കഴുകി നമ്മൾ പോകുന്നതുകൊണ്ടേ ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടോ. കറപ്പാണ് അതെല്ലാം കഴുകി വൃത്തിയാക്കി വണ്ടിയിലൊക്കെ വൃത്തിയാക്കി സാധനമെല്ലാം കയറ്റി വെക്കാം. അത് തന്നെ എല്ലാം കൊണ്ടിട്ട് വൈകുന്നേരം വരാം. പിന്നെ ഇതിൻ്റെ ഈ ടയർ ഓക്കെ, ആ ടയർ ഓക്കെ. ഏതാ കൊള്ളൂല? എന്നാലും പണി അതിൻ്റെ ബേക്കിൽ 2 ടയർ ഒരു ഇതിനിടാം. പൊക്കോ അല്ല അല്ലേ അല്ലടാ, ഇതിന് സീറ്റ് ഒന്നും അടിക്കാനില്ല. സീറ്റിനൊന്നും പരിപാടി ഒന്ന് ടച്ചപ്പ് ചെയ്യാനുള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ 2 വണ്ടിക്കും. പിന്നെ അതിൻ്റെ കൂടെ പരിപാടി കഴിഞ്ഞാൽ അത് വർക്കിയാൽ നമുക്ക് പോവാം. കൊറോള അത്ര നിസ്സാരക്കാരനല്ല. ഇവന് സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞാൽ ഇവനൊരു സെൻസറിങ്ങും കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ജെയിംസ് ഇതിനൊക്കെ സ്റ്റെപ്പിന് ടയർ ഉണ്ടോ? നല്ലതല്ലോ നോക്കിയായിരുന്നോ? ഊരി മാറ്റിയിടാൻ സ്റ്റെപ്പിനുണ്ടാവും. അടിച്ചോണ്ടോ എന്ന് നോക്കിയാടാ, അത് പൊക്കി നോക്കിയാടാ എങ്ങനെയാ? ആണോ? നമുക്ക് അപ്പുറം ചോദിച്ചിട്ടേ സാധനം തൊട്ടിട്ടില്ല ചേട്ടാ. ഇപ്പൊ സബ്ബൊക്കെ ഊരി എടുത്താ കേട്ടോ. ഇതാ ലൈനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഊരി എടുത്താ. ഊരി എടുക്കാത്തായിട്ട് ഒന്ന് ലൈനൊക്കെ ഉണ്ട്, ആമ്പിന്റെ ലൈനൊക്കെ ഊരി എടുത്താ. ഓഹോ, അങ്ങനെ വളരെ എല്ലാം ഊരി. അതിൻ്റെ ഇതിൻ്റെ നോക്കിയിട്ട് ടയർ ഏതാ നല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ മൊത്തം നല്ല ടയർ അങ്ങ് ഇടുക. എന്നിട്ട് പിന്നെ എറണാകുളം നേരം മേടിച്ചോണ്ട് വന്നാൽ മതി. അതിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ബേക്കിലെ സാധനം വലിച്ചിട്ട് വേണം നോക്കാൻ വേണ്ടി. അതിൻ്റെ അങ്ങനെ നോക്കടാ. ലിബി പറയുന്നത്
അനങ്ങിയിട്ടില്ല. പുതുപുത്തൻ സാധനം ഒന്ന് എന്തിയെ അങ്ങനെയാണോ തുറക്കുന്നത്? എവിടെയാ? ഓക്കെ ഓക്കെ, ഇത് രണ്ടിലേതെങ്കിലും നോക്കിയിട്ട് അത് മാറ്റിയിടാം. ഇതൊന്ന് കഴുകണ്ടേടാ, വന്നിട്ട് കഴുകാലോ? ഇല്ല, വന്നിട്ട് ഇരുട്ടിക്കൊണ്ട് കഴിയാൽ മതിയോ? എവിടുന്ന് കഴുകാനോ? നമ്മുടെ വണ്ടി സ്കാൻ ചെയ്യാട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിലാ, അറിഞ്ഞു പോലും ഇല്ല സൗണ്ട്. ബാറ്ററി ചാർജ് ആവാൻ സ്റ്റാർട്ടിങ്ങിട്ട് എണ്ണവാണിയിലേക്ക് കത്തി. എണ്ണ അടിക്കാം, എല്ലാത്തിനും എന്തായാലും എണ്ണ അടിക്കണം അല്ലേ? അത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാടാ, അറിയുന്നുണ്ടെന്ന്. ഏതിന്റെ പിന്നെ ജെയിംസ് ചേട്ടാ ബാറ്ററി കൊള്ളൂല്ലാത്ത? ബാറ്ററി ഇതിന്റെ തീരെ ഇത് ഒരു മറ്റോട്ട് കൊടുത്തില്ല മറ്റേ വണ്ടി അക്കോർഡിനല്ലേ? എഞ്ചിൻ ഭാഗമൊക്കെ പക്കിയാട്ടോ. കണ്ടോ, ടീക്കാണ് ഗൈസ്. എന്ത് സൈലന്റാന്ന് ഞങ്ങൾ നമുക്ക് ചില സാമ്പത്തിക പ്രതിസന്ധി ചിലപ്പോൾ ഉപയോഗിച്ച വണ്ടിയെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉപയോഗിക്കാൻ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷയാണ് ഈ വണ്ടി വേണ്ടി. കാരണം നമ്മുടെ കയ്യിലുള്ള വണ്ടിയൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി മാത്രം ഞങ്ങൾ കൊടുക്കൂല. കാരണം കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ബാക്കപ്പിന് ഒരു വണ്ടി ഇന്നവരെ മേടിച്ച് വെച്ചില്ലായിരുന്നു. പക്ഷെ ഇവരെ അങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചാക്കുന്നത്. കാരണം അത്യാവശ്യം എല്ലാ പരിപാടിയും നടക്കും, പിന്നെ വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, വലിയ ചിലവുണ്ടാവില്ല. അപ്പോൾ ഇവരെ അങ്ങനെ നമുക്ക് ഇനിയിപ്പം കൊണ്ടേ നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്താഗതി. ജെയിംസ് ചേട്ടൻ കമ്പ്യൂട്ടറൊക്കെ എടുത്തു. കമ്പ്യൂട്ടർ ക്ലാസ്സിൽ കയറാത്ത ജെയിംസ് ചേട്ടനാണ് കമ്പ്യൂട്ടർ പെരുമാറുന്നത്. എന്നാലും സംഭവങ്ങൾ ഓരോന്നായിട്ട് നോക്കട്ടെ കേട്ടോ, സെൻസറിങ് സംഭവങ്ങളും. അന്നേരം ചെക്ക് ലാമ്പിങ് പോകുമോ ജെയിംസ് ചേട്ടാ? മറ്റേ വണ്ടി അവിടെ സ്കാൻ ചെയ്ത് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിന് കുറച്ച് പണികളുണ്ടായിരുന്നേ, എല്ലാം ഇനി വൃത്തിയാക്കണം. ഫുള്ള് കുളമായി, എല്ലാം ഇനി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കണം. ഇല്ലില്ല, അവനോട് ജമ്പ് ചെയ്ത് തന്നാലേ ഇനി അടിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ചെറിയ വണ്ടി, ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ആ, അവൻ ജമ്പ് ചെയ്യട്ടെ. അവൻ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമല്ലേ, പ്രത്യേക സുഖമുള്ള എന്താ പറയാ, ടയോട്ട തന്നെയാണ് ലോകത്തിലെ ടയോട്ട എന്തോ പ്രാർത്ഥന ചെല്ലിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നതെന്നാ പറയുന്നത്. ഇല്ല ഇല്ലടാ, ഒന്നുമില്ല. ആന്നൂറാ നീ ഇറങ്ങടാ. കൊടുത്തേടാ, ആ വന്നു പോയി കൊടുത്തേടാ, വന്നു പോവാന്ന് പറ. ഓക്കെ ഓക്കെ. അത് നിനക്ക് അറിയത്തില്ല, നീ ഇത് കേട്ടിട്ടില്ല? ഈ ടയോട്ട മാത്രമല്ല, ഓരോ വണ്ടി ഇറങ്ങുമ്പോ അവരുടെ മറ്റേ ഇത് പ്രാർത്ഥിച്ചിട്ടാ വണ്ടി ഇറക്കുവാണ്. അതാ ഭയങ്കര ഐശ്വര്യം. സൗണ്ട് ഒക്കെ കേട്ടോ. അവിടെ എതിരെ പോയാലാടാ കട്ടർ റോഡ് ഇതിലെ പോയാലോ? ഏത് ഇതോ? ആ അഡ്വക്കേറ്റിന്റെ ബോർഡുള്ള. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിന് ഫുൾ ഇലക്ട്രിക്കലാട്ടോ. ഇത് പവർ സ്റ്റിയറിംഗ് അല്ലേ? ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ്. പക്ഷെ ഇതിന്റെ AC എപ്പോഴും അങ്ങനെ എടുക്കാറില്ല. AC-യുടെ സംഭവം ഒന്ന് നോക്കണം, ഇലക്ട്രിക്കൽ ലൈൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഉണ്ടോ, പക്ഷെ അത് എപ്പോഴും അങ്ങനെ എടുക്കൂല. കണ്ടോ, ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പിടിച്ച് ഇങ്ങനെ കുറേ ഞെക്കി കഴിയുമ്പം അവിടെ ഇതിൻ്റെ റേസിംഗ് ഒന്ന് കുറയ്ക്കണം. റേസിംഗ് കുറയ്ക്കണം. പെട്ടെന്ന് തുള്ളിച്ചാട്ടോ, പെട്ടെന്ന് ചുള്ളിച്ചാടുക. അതിനിപ്പം തന്നെ കുറയ്ക്കാൻ പറ്റൂലേ? അല്ല, നമുക്ക് ഓടിച്ചിട്ട് വന്നിട്ട് കുറച്ചാൽ പോരാ. ഇത് കണ്ടോണേ, നീ ഇപ്പം കണ്ടോണേ, ഇത് കണ്ടോ, ഇട്ടു. AC ഓഫ് ആക്കിയേക്കാം. ഇത് അതിനാണ് എടുക്കാത്ത. വണ്ടിയിൽ ചാർജ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ അതുകൂടാതെ ആ ടയറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ഒരു കട്ടറിലോട്ട് ചാർജ് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ വിവരം കിട്ടും. നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. ഇതിനൊരു തുള്ളി ചാർജ് ഇല്ല കേട്ടോ. പിന്നെ ഇതാണോ മോശം, തുള്ളുവാണല്ലോ കിടന്ന്. ഇത്ര ദിവസം വെറുതെ ഇട്ടാക്കുമല്ലായിരുന്നോ? അതിന്റെ ഒരു പ്രശ്നമുണ്ട്. വണ്ടി ഇച്ചിരി ഓടിക്കഴിഞ്ഞാൽ ചാർജ് ആകുന്നുണ്ട്. ഗൈസ്, നമ്മൾ പെട്രോൾ പമ്പിൽ വന്ന് എണ്ണ അടിച്ചു. 1000 രൂപയുടെ എണ്ണ അടിച്ചു. ഇപ്പം എണ്ണ അടിച്ചപ്പോൾ ഒരു മിസ്സിങ് പോലെ ഉണ്ടായിരുന്നു, അതിപ്പോൾ അങ്ങ് മാർക്കറ്റി. അപ്പൊ എന്ത് മനസ്സിലായി? വണ്ടിയിനകത്ത് എണ്ണയില്ലാത്തതുണ്ടായിരുന്നു, ആ പ്രശ്നം നിർത്തിയപ്പോഴ
ഡ്രൈവിൽ പാർക്കിംഗ് കിട്ടും. ഇല്ല ഇല്ലത് എണ്ണയില്ല. ഇപ്പൊ ഈ വണ്ടി നമുക്ക് ടയർ അങ്ങ് മാറ്റാൻ വെക്കാം. ആ ഒരു ടയർ അങ്ങോട്ട് മാറ്റാൻ പറയാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ടേ? ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതിന്റെ മുന്നേ ഒന്ന് ടയർ വണ്ടി ടെസ്റ്റ് ചെയ്താലോ? അതിന് മുമ്പ് കട്ടറിൽ കൊണ്ടിട്ട് ചാടിക്കണം. എന്നിട്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ നോക്കണം. ഇതിന് അങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ടയറിന്റെ ആണെന്ന് തോന്നുന്നു. ടയർ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വഴി കൂടി കേട്ടോ നമ്മൾ ഈ സർക്കസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് ആ ഒരു കട്ടറോട്ടി കയറ്റണം. കട്ടറോട്ടി കയറ്റിയിട്ട് വേണം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവിടെ ടയർ മാറാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്ക് ഫൈനലി ഈ വണ്ടി റെഡിയായി കിട്ടി. പക്ഷേ ആ വണ്ടിയുടെ ഒരു സെൻസർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻസറും കൂടെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ വെപ്രാളം പിടിച്ചെടുത്തോണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വണ്ടി തീരട്ടെ. ഇത് സ്കാൻ ചെയ്താണ്. ഇതിനെ വേണം ഒന്ന് സ്കാൻ ചെയ്യിക്കായിരുന്നു. ഇത് വേണം ഒന്ന് സ്കാൻ ചെയ്യാൻ. ചേട്ടാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് തരുമോ? വെറുതെ നോക്കിയാലോ. അത് സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടായിരുന്നേ. പിന്നെ രണ്ടിൻ്റെ ബാറ്ററി ഇച്ചിരി പോരാ. അപ്പോൾ ബാറ്ററി മേടിക്കേണ്ടി വരും. ഇതിൻ്റെ 448 ടയർ 40,000, 2 ബാറ്ററി 20,000. 20 14,000 രൂപ വരുമായിരിക്കും ബാറ്ററിക്ക്. അത് എന്തായാലും മാറണം. മറ്റേതിൻ്റെ മാറണം. ഇതിന് 7,000 രൂപ അങ്ങനെ ഉണ്ട്. 7,000 6,000 രൂപ അത്ര എങ്ങനെ ഉണ്ട് ബാറ്ററിക്ക്. അതും കൂടെ ഒന്ന് മാറണം കേട്ടോ. എന്തായാലും അത് സ്കാൻ ചെയ്തു. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് നോക്കാം. ഒരു സമാധാനം. എടാ ലിവിനെ വെള്ളം അടിച്ച് കഴുകിയിട്ട് പോട്ടാ. അവിടെ നിന്ന് പോകുന്ന വഴിക്കാൻ അവിടെ നിന്ന് വെള്ളം അടിച്ച് കഴുകി. അവിടെ ഉണ്ടാവും കേട്ടോ. താഴെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? എവിടെന്നെങ്കിലും അടിച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാട്ടോ. ഇവനെ ഇനി ഒന്ന് പെയിൻറ് ചെയ്യാണ്ട്, ഫ്രണ്ട് ബമ്പർ പെയിൻറ് ചെയ്യാണ്ട്, ഒന്ന് പുട്ടി ചെയ്യണം. ബമ്പർ ചെയ്യാണ്ട്, പിന്നെ അതുപോലെ കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി ഒന്ന് പോളിഷ് ചെയ്ത് ഇറക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാണ്ട് അവനെയും അതേപോലെ തന്നെ. അപ്പോൾ കുട്ടപ്പനായി വരും രണ്ടാവന്മാരും. പിന്നെ അവിടെ കിടന്നതിൻ്റെ ഒക്കെയാണ് ഈ കാണുന്നത്. ഇതുവരെ ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കണം. കാര്യം മനസ്സിലായോ? ഡൽഹിയിൽ നമ്മൾ വണ്ടി എടുക്കാൻ ഡൽഹിയിൽ നിന്ന് പണിയായിരുന്നു. അവർ പണിതെന്ന് പറഞ്ഞു തരും, പക്ഷെ പണിയില്ല അവർ. അത് മാത്രമല്ല എടുക്കുവാണ് ടയോട്ടല്ലേ നിന്നടിച്ച സ്റ്റാർട്ടാട്ടോ. നിന്നടിച്ചാൽ ഇതുണ്ടോ സാധനം വലിച്ചുണ്ടോ? എല്ലാം വലിച്ചടി വലിച്ചിട്ട് പെയിന്റ് അടിച്ചാൽ മതി. ബാക്കിയുള്ള സാധനം അടിച്ചിട്ട് ബമ്പറിനൊക്കെ ചെറിയ ചളുക്കുണ്ടായിരുന്നു. അതൊക്കെ വലിച്ച് നിവർത്തി ലെവലാക്കിയിട്ടുണ്ട്. ഇതുണ്ട് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ അങ്ങനത്തെ പണിയൊന്നുമില്ല. അതിന് ആ സൈഡിലെ ഒരു ഒറ്റ പണി മാത്രമേ ഉള്ളൂ. വേറെ പെയിന്റ് ഭാഗമൊക്കെ ഇതിൻ്റെ പക്കയാട്ടോ. അതിന് ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തെ ഇത് മാത്രമേ ഉള്ളൂ. ഗൈസ് ഇതൊക്കെ ഊരിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലമൊക്കെ കാണും കേട്ടോ. എല്ലായിടത്തും മറ്റേ വെള്ളപ്പ് പിടിക്കും അല്ലേ? അതായത് നമ്മുടെ ഇതിലേതോ ഒരു ഏത് ടയറാണെന്നറിയില്ല. വണ്ടി ഓഫാക്കാൻ പറ്റില്ല കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവില്ല, കാരണം ബാറ്ററിക്ക് ചാർജ് ഇല്ല. ഇതിലേതോ ഒരു ടയർ മോശമാണ്. കിടിലൻ ടയർ. എടാ എന്നാൽ മറ്റേ സ്റ്റെപ്പിനെയും ഊരിക്കൊണ്ട് വന്നാലോടാ. ആണോ? ഉറപ്പാ ചേട്ടാ? അതാണോ മോശം നോക്കുക? ഫ്രണ്ട് നല്ലതായാൽ മതി. ഫ്രണ്ട് ഏതാ മോശം നോക്കുക? അതാണെന്നുള്ളത് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് രണ്ടും സത്യം പറഞ്ഞ ഒരു ഫാമിലിക്ക്, ഒരു 5 പേരുള്ള ഒരു ഫാമിലിക്ക് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു വണ്ടിയാണ് ഈ വണ്ടി. ഇപ്പം പറ്റൂലല്ലോ. ഈ വണ്ടിക്കെല്ലാം ടെസ്റ്റ് റേറ്റ് കൂട്ടിയില്ലേ 5 വർഷം കഴിഞ്ഞാൽ. ഫാമിലിക്ക് പറ്റിയ വണ്ടിയാട്ടോ. ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോക്ക് പറ്റും. വലിയ പണിയും കാര്യങ്ങളൊന്നും വരത്തില്ല. വന്നാലും ഇത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ 2 വണ്ടി മൊത്തം പണിത് ഓയിൽ ചേഞ്ച്, ബ്രേക്ക് പാഡ്, പിന്നെ സ്റ്റോക്ക്, ബമ്പർ എല്ലാം അല്ല മൊത്തം 16,000 രൂപ ബില്ല്. 2 വണ്ടിയും കൂടെ. കുറച്ച് പണികളുണ്ടായിരുന്നു അത്യാവശ്യം. എല്ലാം കൂടെ ഏകദേശം അത്രയല്ലേ വന്നുള്ളൂ. വേറെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ കളസം കയറിയാണ്. അല്ലടാ ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അത് ബില്ല് വന്നേക്കുന്നത് 2,600 രൂപ. അതെ അല്ലേ? ഗൈസ് കിട്ടി. ഈ ടയറാണ് മോശം. ഇത് മാറ്റാം. അപ്പോൾ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കണക്കണക്കണെന്ന് പറഞ്ഞൊരു അടി വരുന്ന കേട്ടോ. ഇത് തന്നെയല്ലേ? നേരെ ആക്കണോ? നീ മാറ്റി പിടിച്ചല്ലേ ലിവിന് ഈ വണ്ടിയുടെ തിരിക്കാൻ പറഞ്ഞ വിഷയമില്ല കേട്ടോ. വേറെ വണ്ടി തിരിക്കാൻ പറഞ്ഞാലേ ലിവിന് പ്രശ്നം. അതായത് ഇതൊന്ന് നേരെ ആക്കി വെച്ചാൽ മതി. പോരെ? സ്റ്റാർട്ടിങ്ങിലാട്ടോ ഊരി മാറ്റിയിടുവാണേലേ പിന്നെ തലവേനയില്ല. ഈ ടയറിലങ്ങ് ഓടിക്കോളൂ. ഇത് നന്നായി കേട്ടാ. ഇത് പൊട്ടി വെടിച്ചാച്ച് കായ് വെടിച്ചാനെ. ഇതൊന്നും അപ്പം ഇതിൻ്റെ ടയറെല്ലാം നോക്കണം. പൊട്ടൂല എന്നൊക്കെ വണ്ടി ഓടിച്ച് പറയാം. വരയ്ക്കലുണ്ടായിരുന്നു ചേട്ടാ. മാറ്റി നന്നായല്ലേ? പടപടാ സൗണ്ട്. ഈ സൈഡ് പ്രശ്നമുണ്ടെന്ന് വണ്ടി ഇങ്ങനെ കൊടയുമായിരുന്നു. ഇതിന്റെ ഓയില്, ബ്രേക്ക് പാഡ്, പിന്നെ എന്നൊക്കെ പിന്നെ ബ്രേക്ക് പാഡ്, ഫ്രണ്ട് ബമ്പർ, ഇതിനകത്ത് ബില്ലുണ്ടല്ലോ. എടുക്ക. ഏതാ നമ്പർ? ഏതാ? അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് നോക്കാം. ആ വണ്ടി മറ്റേ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഇതിന് 7,000 ആയിട്ടുള്ളൂ. ഇതിന് എന്നാക്കിയാ? ഇതിൻ്റെ ഒരു 1,800 പണി, ഒരു 400, 400, 2,600, 1,900, 800. ഫൈനലി ടയറിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് ലിബിനെ വണ്ടി എടുക്കുന്നുണ്ടോ. ലിബിന് ഈ വണ്ടി എടുക്കുന്നത് ആത്മവിശ്വാസക്കുറവുമില്ല.
പിന്നെ ഞങ്ങൾ 2 വണ്ടി എടുക്കാമല്ലോ ഓർത്താ വന്നേ. പക്ഷെ അതിന്റെ ഒരു വണ്ടിയുടെ പരിപാടി തീരാൻ. എങ്ങനെയുണ്ട്? അടിപൊളി. തുള്ളലുണ്ടോ? എന്നാലും ഈ സൈഡിൽ ഇപ്പം തുള്ളലായി. വേറെ മാറിയേ പറ്റുമോ? ഈ സൈഡിൽ തുള്ളലായി. ആണോ? കഴുകണ്ടേ വണ്ടി? വണ്ടി ഒന്ന് കഴുകണം. അപ്പൊ മാറിയില്ല, ചെറിയൊരു തുള്ളലുണ്ട്. ആ വലിയ തുള്ളല് മാറി. മറ്റേ അവിടെ കുടയല്ലേ. ഇപ്പോഴോ? ചെറിയൊരു തുള്ളല് ഇവിടെ. നമ്മളിവിടെ ഇരിക്കുന്ന കോളേജിൽ നടന്ന അയ്യോ നേരെ പോക്കോട്ടോ. അല്ല ഇപ്പം തന്നെ കിട്ടണം. നേരെ പോട്ടെ അതൊന്നും നോക്കണ്ട. എല്ലാരും മാടി മാടി പിടിക്കണം. എല്ലാവർക്കും കിട്ടുവാണല്ലോ. ചറപറ നമ്മളെ പിടിക്കൂല. അതിനാ ഇവർക്ക് ടോറസ് പിടിക്കേണ്ട ദിവസം ഫ്രണ്ടിൽ കൊണ്ടിട്ട് തിരിക്കും. ഇങ്ങോട്ട് മാറ്റടാ ലിവിനെ. ഇവിടെ കൊണ്ടിട്ട് തിരിക്കും. കൊറേ ചെണ്ടയായിട്ടൊരു ചേട്ടൻ. ബെഡാ ചെണ്ടായേ. ഇതൊക്കെ രാജസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. ഇതൊക്കെ ഇങ്ങനെ അടിച്ച സൗണ്ട്. ഏതാ നീ 150 വാങ്ങിയേ? ഇത് മറ്റേ ഇതില്ലേ ഇറച്ചിയുടെ ഒക്കെ തോലായിരിക്കും അത്. സൗണ്ട്. ഇത് മതി കേട്ടോ നമ്മുടെ കൊച്ചിന്. അല്ലെങ്കിൽ ഇത് വലയാവും. അപ്പൊ അവൻ്റെ അടുത്ത് 150 രൂപയ്ക്ക് ഇത് മേടിച്ചു. അവൻ എന്നോട് പറഞ്ഞ 500 രൂപ കേട്ടോ. ഫസ്റ്റ് 150 ഗൈസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കച്ചവടം നടത്തി 150ന്റെ സാധനം തിരിച്ചു കൊടുത്തിട്ട് 600ന്റെ സാധനം മേടിച്ചു. സൗണ്ട് ഉണ്ടല്ലേ? എന്നാ വെച്ചോ. യെസ്, സാധനം കിട്ടി കൊച്ചിനാട്ടോ. താങ്ക് യു. ഗൈസ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി. ഇനിയിപ്പം റാംബോനെയും ബീഗുനെയും കൊണ്ട് പോകണം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടു. നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം. ചെണ്ടയും മാത്രമല്ല അല്ല മറ്റേ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നല്ലോ തക്കട് കടുകൂട് താഴോട്ടെ. യെസ്, തുറക്കുമ്പോൾ തന്നെ ഒരു വണ്ടി പ്രാന്തൻ ആഗ്രഹിച്ച അതേ സാധനം. പക്ഷേ 2 സാധനത്തിന് കുറവുണ്ട്. ഒരു SMLന്റെ ഒരു ലൈലാൻഡ് സ്റ്റാലിൻ്റെ. അതെ, എന്നാ പറഞ്ഞേക്കുന്നത്? ഗുഡ് ന്യൂസ് ഗൈസ്. 17-ാം തീയതി ഗൈസ്. സത്യം പറഞ്ഞ 7-ാം തീയതി 8-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമുക്ക് പോകാം. എന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞാൽ പോവാം. വണ്ടിയുടെ ഒരെണ്ണത്തിൻ്റെ പേപ്പർ റെഡിയായി കിടക്കുക. പക്ഷേ എന്താണ് സംഭവം? അതായത് ഒരെണ്ണത്തിനോട് പേപ്പർ ചെയ്യണം. പിന്നെ കേസ് എന്തിൻ്റെ മൈക്കിൾ എന്തിയാടി? എന്തിയെ കുട്ടറാ എന്തിയെ നീ മറ്റേ അപ്പുറത്തെ വശത്ത് കൊട്ടിക്കേ. അപ്പുറത്തെ വശം കൊട്ടിക്കേ. ഇതിന് ഒരു 300 രൂപ കിട്ടും. 300 അടിപൊളി സാധനം അല്ലേ? അവനെന്തിയെ ചെറുക്കനെന്തിയെ? ഇത് തോല. എന്തിന്റെ തോലായിരിക്കും? പാമ്പും തോലൊന്നും അല്ല. പിന്നെ പറയാ പാമ്പും തോലൊന്നും അല്ല. അവൻ നിൽക്കാൻ വേണ്ടി കൊണ്ട സാധനം. മൈക്കിൾ എന്തിയെ? ഇതേ അടിയാണ് മേടിച്ചു കൊടുക്കാൻ. എങ്ങനെ കൊട്ടുന്ന നാണം ഉണ്ടോ ഈ പ്രായത്തിൽ ഡൈ ഒക്കെ ഇട്ടിരിക്കാൻ? അപ്പന്റെ വീഴ്ച മമ്മിയോ? ഡയ്യോ എങ്ങനെയാ കൊട്ടുന്നേ? ഇഷ്ടപ്പെട്ടു കേട്ടാ, ഇഷ്ടപ്പെട്ടു. ഈ കൊച്ചിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആന, ചെണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര താല്പര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര താല്പര്യം ഇപ്പൊ അതിപ്പോ അതിനു വേണ്ടി അടിയാ. അതാ അടി. അതെങ്ങനെയാണ് അടിക്കുന്നത് എനിക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അതിനെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ മറിക്കടി, ഇത് കണ്ടോ? നല്ല ലാഭമായി പോയില്ലേ 300 രൂപയ്ക്ക്. പാവം കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. ചെയ്തോളും കേട്ടോ. ഇനി മൈക്കിളൊന്ന് വായും കൂടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ചെവി കൊടുക്കണ്ട. ഇപ്പൊ തന്നെ അടിക്കാണെങ്കിൽ അയാളെന്നെ പേടിപ്പിച്ച് ഇയാളെന്നെ പേടിപ്പിച്ചൊക്കെ പറയാൻ ഓരോരുത്തർക്കും പേരുണ്ട്. അപ്പന്റെ പേര് ഇതേപോലെ ചെയ്യുന്നു നോക്കിയേ. നമ്മുടെ തുണികളൊക്കെ കൊണ്ടുള്ള ഓരോന്നോരോന്ന് എടുത്തു വെച്ചോണ്ടിരിക്കുക കേട്ടോ. പാക്കിങ് ഇത് എന്റെ ലിവിന്റെയാ. ഇഷ്ടപ്പെട്ടു.
മൈക്കിളിന് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഇൻസ്റ്റൊക്കെ ചെയ്തോട്ടോ അച്ഛൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വിടിയല്ലേ, കണ്ടോ, ഇതിൻ്റെ പുറകെ ആയിരിക്കും. എന്തായാലും പാക്കിങ് പരിപാടി സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഗുവിന് റാംബോയിന് അതെ ഗൈസ് നോക്കൂ. അതായത് ബീഗുവിന് റാംബോയിന് നമുക്ക് കൊണ്ടുവിട്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് എൻഡവർ കൊണ്ട് വൃത്തിയാക്കിയിട്ട് വരാം. കൂളിംഗ് ഒട്ടിക്കണം. മെയിൻ പരിപാടി അതാണ്. കൂളിംഗ് ഒട്ടിക്കണം പോകാൻ വേണ്ടി. അല്ല ഭയങ്കര പാടായിരിക്കും, നല്ല വെയിലായിരിക്കും തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിലേക്കൊക്കെ കേട്ടോ. ഫൈനലി 2 പട്ടിക്കുട്ടികളെ നമ്മൾ ബോർഡിങ്ങിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അത്യാവശ്യം ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിമാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ ബോർഡിങ്ങിലാക്കുന്ന സ്ഥലം. അപ്പോൾ 2 പേരെ വീട്ടിൽ നിന്ന് ഇറക്കി. ലിബിനാണ് വണ്ടി ഓടിക്കുന്നത്, റാംബോയും ഉണ്ട്, ബീഗും ഉണ്ട്. അപ്പോൾ അവരെ നമ്മളൊരു 4 ദിവസത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. 4-5 ദിവസം. കാരണം 12-13 നമുക്ക് തിരിച്ച് വരണം. ഓവർ ഇറക്കണ്ട അവിടെ വെച്ചത് അങ്ങനെ എടുത്തോട്ട് പോയിക്കോട്ടെ. ഗൈസ് നോക്കും. അതായത് നമുക്കൊരു 4-5 ദിവസത്തിനാണ് നമുക്ക് പോയി യെസ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബോർഡിംഗ് ഉള്ളത് നമ്മളെ പോലെയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഡോഗിനൊക്കെ വളർത്തുന്നവർക്ക് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ലിബിൻ പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റില്ല. കൊണ്ടുവച്ചിട്ടാണ് എല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റും. ഗൈസ് അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം നമുക്ക് ഒരു ദിവസം 400-500 അത്രയറ്റങ്ങാണ്ട് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. 450 രൂപ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 മാസം 1.5 മാസം അത്രയറ്റങ്ങാണ്ട് നമ്മൾ റാംബോനെ ബീഗുവിനെ ഇവിടെ തന്നെ ഇടുക ചെയ്തത്. പക്ഷെ അത് വേണ്ട, ഇപ്രാവശ്യം 2 പേരെ ആക്കിയേക്കാം. 4-5 ദിവസം മാക്സിമം അതിക്കുള്ളിൽ വരത്തില്ല. കാരണം 13-ാം തീയതി കേസിന് ഹാജരാകേണ്ടതുകൊണ്ട് പെട്ടെന്ന് വരും. 13 ഞാൻ നോക്കി, 13-ന് രാവിലെയാണ് കേസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസത്തേക്ക് ബീഗുവിനെ റാംബോനെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി പോവാട്ടോ. ബീഗുനെ കണ്ടോ, ബീഗുനെ അങ്ങനെ ഇങ്ങനെ വണ്ടിയിലൊന്നും കയറ്റില്ലോ അങ്ങനത്തെ പരിപാടി സംഭവങ്ങളൊന്നുമില്ല. റാംബോയ്ക്ക് പിന്നെ ഇതൊക്കെ എന്താ പറയാ സർവ്വസാധാരണമാണ്. ഇവൻ അങ്ങനെ പുറത്തങ്ങനെ പോയിട്ട് ഇവന്റെ ബോർഡിങ് നിർത്തിയിട്ടുണ്ടോ? അല്ല, ഒരു പ്രാവശ്യം കൊണ്ടുപോയി. ഇവനെ യാത്ര കൊണ്ടുപോയിട്ടുള്ളൂ, അല്ല ഇതേപോലെ ബോർഡിങ്ങിലാക്കിയിട്ടില്ലല്ലോ. ഇവനെ ബോർഡിങ്ങിലാക്കിയിട്ടില്ല. റാംബോനെ ബോർഡിങ്ങിൽ ഞങ്ങൾ വളർത്തിയാൽ ഏറ്റവും പാവവും ഏറ്റവും പഞ്ചപാവമായ പട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഗു ആട്ടോ. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. അതായത് ഇവിടുന്ന് അവിടെ പുതിയ പണം അപ്പുറത്തെ വഴി കേട്ടോ. ഇതല്ല ആ വീട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം. ഇവിടെ ഒരു സെപ്പറേറ്റ് വഴിയുണ്ട്. നമുക്ക് സ്ഥലമുള്ളതുകൊണ്ട് എന്ത് പരിപാടി തുടങ്ങാൻ എളുപ്പമായിട്ടോ. ഈ വഴി ഇതിലങ്ങനെ ഇപ്പോൾ തിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലിബിൻ അങ്ങോട്ട് സീരിയസ് കാര്യം ചെയ്യുന്ന പോലെ. ഈ വീട് ബേക്കോട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സംഭവം. അതായത് നമ്മുടെ പട്ടീനെ നമ്മൾ ബോർഡിങ് വിടുന്ന സംഭവം ഇതിൻ്റെ ബേക്കിലാട്ടോ. അത് എത്തിയിരിക്കുന്നു ഗൈസ്. പെതിയെ പോലെ ഇവനെ എല്ലാം കലക്കി കളയുന്നത്. ഇതാണ് നമ്മുടെ അതില്ല അതിൻ്റെ താളുണ്ട് കേട്ടോ. അതിൻ്റെ താളുണ്ട്. എല്ലാവരും ഇറക്കാം. അമ്മ ശ്രദ്ധിക്കണേ, എല്ലാവരും ഇറക്കി വിടാം. എടാ അൺലോക്ക് ചെയ്തേ, അവിടെ അൺലോക്ക് ചെയ്യ്. അത് അൺലോക്ക്. വാ 1 വാ അമ്മേടെ തുറന്നുതരാം. ഡോറൊക്കെ പൊളിക്കൂലോ. ഞാൻ അപ്പുറം തുറന്ന പാർക്കിങ്ങിൽ കേട്ടോ. യെസ്, എൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തിനാ മക്കളെ കരയുന്നേ? ആ ചേച്ചി വരണം. ചേച്ചി വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് കൂട്ടി കേട്ടാ കേട്ടോ. ബീഗിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വണ്ടി സെറ്റായല്ലേ? ഇനി പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് ലെവലാക്കി എടുക്കാനും. വണ്ടി ഓടിക്കാൻ ഭയങ്കര ഫീലിംഗ്. അതിനാ വാഴ ഓടിക്കുന്ന അറിയുന്നില്ല, കളിപ്പാട്ട് ഓടിക്കുന്നതല്ലേ. വാ പാവം ചേച്ചീനെ കഴിഞ്ഞ പ്രാവശ്യം ഇഷായിനെ വരപ്പിച്ച ചേച്ചീനെ ലാസ്റ്റ് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ ഓട്ടം അത്ര നോക്കിയിട്ട്. റാംബ കയറാച്ചിട്ട് കയറുമായിരിക്കും. എന്തായാലും നോക്കി നിൽക്കും കേട്ടോ. ആദ്യത്തെ 2 ദിവസം ഭയങ്കര പിണക്കുമായിരിക്കും. ബീഗുനെ ഇതിൻ്റെ അത്ര കയറ്റിക്കല് പിന്നെ ആണോ? എന്നാ റാംബോനെ അതിൻ്റെ അകത്ത് ബീഗുനെ അതിൻ്റെ വരുന്നത്. ഇപ്പോഴും കൊണ്ടോ ബീഗുനെ അതിൻ്റെ അകത്തുണ്ടോ? എന്തിയാ? അതെ, ബീഗിളും അത് നല്ല ഇച്ചിരി പ്രായമാണ്, നല്ല വയസ്സുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ ബ്രീഡ് അല്ലേ? പോട്ടെ. കറിക്കോ അടച്ചോ. റാംബോനെ കയറ്റി കേട്ടോ. സെറ്റായി. അവിടെ ഇരുത്തുന്നേ.
നമുക്ക് അകത്ത് കയറിയിട്ട് അഴിച്ചു വിട്ടാൽ മതി. ചേച്ചി ഇവിടെ പിടിക്കാന്ന്. അത് അതിന് കൊടുത്ത് അവനും ഇറങ്ങി വരുവാ. ഓടാ പിന്നെ നന്നാകാൻ വേണ്ടി ചേർത്താക്കുന്ന പഗ് 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 ഇതൊക്കെ ആരെങ്കിലും പഗ്ഗല്ലേ? ഇതെല്ലാം എവിടെയും ടൂർ പോയൊക്കെ ആയിട്ട് നോക്കാൻ വേണ്ടി വിട്ടാൽ ഞങ്ങളുടെ ഇവിടെ ഈ സംഭവം ഉള്ളത് നമുക്ക് ഭയങ്കര നല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പോലെ പോകാൻ നേരത്തെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് പട്ടിനെ നോക്കാൻ ഏൽപ്പിക്കണം. നമുക്ക് ഭയങ്കര പാടാ. നമ്മുടെ നാട്ടിൽ ഇരുട്ടിൽ ഒരെണ്ണേ ഉള്ളൂ. പട്ടീനെ താല്പര്യമുള്ളക്കാർ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇല്ലാത്ത ആൾക്കാർ ഭക്ഷണം കൊടുക്കൂല. അതാണ് പ്രശ്നം. നമ്മൾ ഒരു ദിവസം ഇത്ര രൂപ ആവുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഡോഗിനെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി പറ്റും. ശരിക്കും ഇതൊക്കെ ടൗൺ ഏരിയകളെ ഉള്ളേ. എറണാകുളത്താണ് ഇപ്പോഴാണ് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലേക്ക് വന്നു തുടങ്ങിയത്. നമ്മുടെ ഈ നല്ല വേറെ എവിടെയുള്ള വേറെ എവിടെ ഇല്ലല്ലോ. ഈ ഇരുട്ടി ഏരിയയിൽ വേറെ ഇല്ല. മൂന്നാല് കനാലുണ്ട്. അത്ര ഫേമസ് അല്ലെന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഫൈനലി ഞങ്ങൾ റാംബോനെയും ബീഗുനെയും ആക്കി പോവാട്ടോ. ഒരു തുള്ളി സൗണ്ട് ഇല്ല. പോട്ടെ പോട്ടെ. നീ ക്ലാസ് കാത്തറ ഇവനും ക്ലാസ് ഒക്കെ താത്തി വരുമ്പം സമയം എടുക്കും. ആ ഞാൻ പറഞ്ഞുതരാം. വാ വാ നീ ബാക്കോട്ട് വാടാ. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഓടിക്കാനുള്ള സ്ഥലമുണ്ട്. വാ 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 വാടാ 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 വാടാ. അതിന് ഫ്രണ്ടിലേക്ക് എടുത്തോ. ഫൈനലി നമ്മൾ നേരെ ഈ വന്ന വഴി കൂടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ നേരെ എൻഡവർ എടുത്തിട്ട് ഇരട്ടിക്ക് പോകും. വണ്ടി കഴുകി കൂളിംഗ് ഒട്ടിച്ച് നമ്മൾ നേരെ തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ എൻഡവർ എടുത്തു. വണ്ടിക്ക് കൂളിംഗ് ഒട്ടിക്കണം, വണ്ടി വാഷ് ചെയ്യണം. യാത്ര ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് ലിബി വണ്ടി കയറ്റി വെക്കാമെന്ന് പറഞ്ഞ് ലിബി അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ എന്താവും എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ പോകേണ്ടി വരും, ചിലപ്പോൾ അവൻ തന്നെ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ അവൻ്റെ ആവേശമൊക്കെ കണ്ടിട്ട് നോക്കട്ടെ. എന്താണോ ആശാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനറിയാം. എടാ എടുക്കടാ. ഇവിടുന്ന് അവൻ ഇഷ എണ്ണ വരയ്ക്കുക. ഇവിടുന്ന് ഇഷ എണ്ണ എന്നെ കാണിക്കുന്നേ. വണ്ടി ഫ്രണ്ടിൽ ഒതുക്കി വെക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ തന്നെ പോയി നോക്കാം. എടുക്കുന്നില്ല, ഇറങ്ങി. ഓഹോ, ഇവിടെ തന്നെ ഒതുക്കി വെക്കട്ടെ കേട്ടോ. ഇവിടെ കയറ്റി കേട്ടോ. ഇനി 2-3 പരിപാടിയുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ യാത്ര പോകുന്നുണ്ട്, 5-6 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പം വണ്ടികൾക്കും കാര്യങ്ങൾക്കൊന്നും അനക്കം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇതിന് അക്കോഡിന് ഓമിനിക്ക് ബസ്സിന് പുകയില വെക്കണം, എലി കയറാതെ. എപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുന്നവരൊക്കെയാണ്, വീട്ടിൽ വേറെ വാഹനങ്ങളുണ്ട്. അപ്പോൾ അതങ്ങനെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, പോകുമ്പം ഇതേപോലെ പുകയില വെച്ചിട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ വണ്ടി എലി കയറി നശിപ്പിച്ച് കളയും. ആമേ റൈറ്റ്? കുഴപ്പമില്ല, ഒന്ന് വെച്ച് പോവുകയാണ്, സാധനം കയറൂല. അതെ അതെ അതെ. അല്ലെങ്കിൽ ഈ റാപ്പിറ്റിൻ്റെ കുറേ സാധനങ്ങൾ അതൊന്നും സക്സസ് അല്ല കേട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ തന്നെ അതൊക്കെ ചവിട്ടി. സാധനം വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. നിങ്ങൾ ചത്ത് ചീഞ്ഞ് കഴിഞ്ഞാലും പണി നമുക്ക്. അല്ല ഒരു പ്രാവശ്യം നീ ഓർക്കുന്നുണ്ടോ നമ്മളത്ത് കയറി ചവിട്ടിയത്? അവിടെ റാപ്പിറ്റ് കയറിയോ? റാപ്പിറ്റ് കയറിയോ? കോഴിയാണോ ഒന്നും പറയാൻ പറ്റിയല്ലോ. ഒന്ന് അതിനും പറ്റണേ. പോയേക്കാം. യെസ്, ഇവിടെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് പോവാട്ടോ. പോടാ. ഇത് തന്നെയാണ് ഗൈസ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അല്ലേടാ. നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് കൂളിംഗ് ഒട്ടിക്കണം, വണ്ടി കഴുകി വൃത്തിയായിക്കൊണ്ട് വരണം. ഇത് രണ്ടും ഉള്ളൂ. അതിന് ശേഷം എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അത് പാക്ക് ചെയ്ത് വെക്കണം. അത്രേ ഉള്ളൂ. ഒരു 5-6 ദിവസത്തെ ട്രിപ്പാണല്ലോ. 5 മാക്സിമം 4-5 ദിവസത്തെ ട്രിപ്പാണല്ലോ. അപ്പം നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വണ്ടിയെല്ലാം ഇന്ത്യയിൽ അതിന് ശേഷം 2-3 ദിവസം കേസ് അല്ല 13, 15, 17 കേസ് നേരെ നമ്മൾ പത്താങ്കോട്ട്. ദെൻ കമ്മിങ് ഹിയർ. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നു. ഗോ ടു യൂറോപ്പ്. ദെൻ കമ്മിങ് അനദർ 1 ബിഗ് വെഹിക്കിൾ പർച്ചേസിങ്. Then 2 months that traveling, then another planning. Then vehicle is returned in India. Yeah. Okay. Then starting our garage. Guys, നോക്കൂ, നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാട്ടോ. നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി പോവാണ്. എല്ലാ സാധനവും എടുത്ത് ക്ലീൻ ചെയ്യുന്നു. എല്ലാ സാധനവും എടുത്ത് പുറത്തിട്ട് ഫുള്ള് ഇന്ത്യയിലും അതുപോലെ തന്നെ പുറവുമാക്കും അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു. കാരണം ഇനി 5-6 ദിവസം നമ്മൾ ഇതിൽ യാത്രയാണ്. അപ്പോൾ മൊത്തം കുളമാകും. വേറെ കാര്യമുണ്ട്, ഇത് 6 ദിവസത്തിന് വണ്ടി ഫുള്ള് അലമ്പാവും. അതെ, അപ്പോൾ ഉള്ളതെല്ലാം ക്ലീൻ ആക്കിയിട്ട് അങ്ങ് പോവാം. അതെ, മാക്സിമം പിന്നെ അൺവൃത്തിയാകാൻ നോക്കുക. വൃത്തിയായിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇവിടുന്ന് വൃത്തിയായിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി
തട്ടിപ്പാക്കട്ടെ. ഇപ്പം ഗേറ്റും കേട്ടോ, എല്ലാം ഫോമൊക്കെ ഇറക്കി. ഏറ്റവും കൂടുതൽ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞങ്ങൾ കുഴക്കാനോട് വെച്ചൊന്ന് വണ്ടി കഴുകി, അങ്ങനെ വണ്ടി കറുത്ത വണ്ടി ഒന്ന് വെളുത്തു. അതെ, നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി കെട്ടിട്ടാ, എല്ലാം വെള്ളമൊക്കെ അടിച്ച് ഒന്ന് കഴുകി എന്നിട്ട് ഇനി ഒന്ന് പതപ്പിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഒന്ന് കൂളിംഗ് ഒടിക്കാൻ വേണ്ടി പോയത് അല്ലടാ. കൂളിംഗ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി കിടക്കാഴ്ച. വണ്ടി കൂളിംഗ് ഒടിച്ചിട്ട് വേണം ബാക്കി പരിപാടി കേട്ടോ. കൂളിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ, ഒന്ന് സോപ്പ് അടിക്കട്ടെ. ഫൈനലി നമ്മുടെ വാഷിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞു. വണ്ടി പുറത്തിറക്കി, ഇനി തുടച്ച് വൃത്തിയാക്കി തന്നാൽ മതി. നേരെ പോകുന്നു, കൂളിംഗ് അടിക്കുന്നു, ബാക്കി പരിപാടിയൊന്നുമില്ല. പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകുന്നു, എല്ലാ വണ്ടികൾക്കും പുകയില വെക്കുന്നു. ഇനി അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ. ഞാനിപ്പം എലിയുടെ ശല്യം പറഞ്ഞു, ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു പുകയില അടിക്കണ്ട. ഞങ്ങൾ പുകയില സക്സസ് ആവൂലെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ, അതുകൊണ്ട് ഈ സാധനം അടിച്ചു നോക്കാം നമുക്ക്. ഇത് 3mm ഒരു സാധനം വരും, എലി കയറാതിരിക്കാൻ വേണ്ടി വണ്ടിയിൽ. അങ്ങനെയെങ്കിൽ പിന്നെ എല്ലാ വണ്ടിയിലും ഈ സാധനം അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. എന്നെ സംഭവം എന്ന് വെച്ചാൽ എലി കയറി കഴിഞ്ഞാൽ വമ്പം പാടാട്ടോ, പിന്നെ വണ്ടി നശിച്ച് നാരണക്കല്ലായിപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ആ ചേട്ടൻ അടിച്ചു നോക്കാം. 300 ആദ്യം കൊണ്ട് കുറെ ബസ്സിൽ അടിച്ചു നോക്കാം, പിന്നെ നമ്മുടെ 3 വണ്ടിയിലും അടിച്ചു നോക്കാം. എന്താണെന്ന് വെച്ചാൽ 4-5 ദിവസം അവിടെ ആരും ഉണ്ടാവില്ല, അനക്കം ഉണ്ടാവില്ല. നമ്മൾ എലി കൂടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ പൂച്ചനെ വീട്ടിൽ കാണുന്നില്ല, എവിടെ പോയെന്നൊരു പിടുത്തമില്ല. ഗൈസ്, അപ്പം ലിവി പറഞ്ഞാൽ അത് ചെയ്യാം കേട്ടോ. ഇന്നൊന്ന് ബസ്സിൻ്റെ അകത്തും കയറണം, ഒന്ന് കയറി നോക്കി എല്ലാം ബസ്സിനകത്ത് കയറിയിട്ടും കുറേ. അപ്പോൾ എല്ലാം നോക്കിയിട്ട് മൊത്തം പോവാം, അല്ലെങ്കിൽ പണി പാളിപ്പോ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടി. അതായത് വണ്ടി തുടക്കട്ടെ, എന്നിട്ട് കൂളിംഗ് ഒട്ടിക്കണം. വണ്ടി ഫുള്ള് സെറ്റപ്പ് ആയി കണ്ട, മൊത്തം നല്ല വൃത്തിയായി. നമ്മൾ നീറ്റായിരിക്കും. അതെ, നമുക്കൊരു ഫ്രഷ്നെസ് ആയിരിക്കും. ഇനി കൂളിംഗ് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ചെന്നിട്ട് എലിക്കുള്ള മരുന്നടിക്കണം, എന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചേക്കാം. അത്ര സാധനം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ രാവിലെ ഒരു വെളുപ്പിന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ എത്ര മണിക്ക് പോകുന്നു. ഗൈസ്, ഞങ്ങൾ ഒട്ടിക്കാന്ന് പറഞ്ഞ കടയിൽ കറണ്ട് വന്നില്ല. എന്ത് പറ്റി ഇരട്ടിക്ക് കറണ്ട് ഇല്ലാത്തത്? അതല്ല, ചില സ്ഥലങ്ങളിലുള്ളൂ, ബാക്കി എല്ലാവർക്കും ജനറേറ്റർ ആക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ പരിപാടി നടന്നില്ല, അപ്പോൾ അത് ഉപേക്ഷിച്ചു. ബാക്കി കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനോട് ടിക്കുന്നൊരു സൗണ്ട് നോക്കും. ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തി. നമ്മുടെ വണ്ടികളിലെല്ലാം നമ്മൾ എലി കയറായിരിക്കുള്ള സാധനം അടിക്കാൻ പോവാം. നമ്മൾ റൈറ്റ് സ്ലിബിൻ അക്കോട് തുറക്കണം. വണ്ടി കഴുകി കുട്ടപ്പനാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടോ. അതെ, നമ്മുടെ വണ്ടിയിൽ ഇതുവരെ എലി കയറിയിട്ടില്ല. എലി കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അടപ്പ് തെറിപ്പിക്കും. ഇതിനും അടിക്കണം, ഇതിനും അടിക്കണം, ഇതിനു വേണ്ടി ഇതിനെ കൊണ്ടുപോകണല്ലോ. ബസ്സിനും അടിക്കണ്ട, ബസ് മൊത്തം ഇങ്ങനെ കെട്ടി നിൽക്കുന്നല്ലേ. യെസ്, അതായിരിക്കും ഏറ്റവും നല്ലത്. എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനടിക്കണ്ടല്ലോ. അടല്ല ഇവനെ, ഇത് ഈ വണ്ടി ഇതിൻ്റെ ഡിക്കിക്ക് അടിക്കണം. ഇതിന് ഡിക്കി ഇങ്ങനെ 2 പ്രാവശ്യം പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നുള്ള. അത് തുറന്നു, ബേക്ക് തുറന്നു, ഡിക്കിയിൽ ചെറുതായിട്ടൊന്ന് വീശിയാരെ. പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തുറക്ക്. യാറടാ മുനിയാണ്ടി, യാറ് നീ വിളിക്കുവാ. കാണിച്ച എങ്ങനെയാന്ന് വെറുതെ വീശ. അമ്പോ, നല്ല പായൊക്കെ ഉണ്ടല്ലോ അവിടെ ലിവിനെ. മമ്മി 2 പായം എടുത്ത മമ്മി. എന്തിനാ ഉല്ലസിച്ച് കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാ വിളിച്ച് കഴിക്കാം. എന്നാൽ ഇതെടുത്ത് വെച്ചാൽ വണ്ടിയെ കയറ്റിയേക്കാം. ഇതിപ്പോൾ തൽക്കാലം വീട്ടിൽ വെച്ചാൽ എന്നിട്ട് എടുക്കാം. ശരിയാൻ പറഞ്ഞത്. അതിൽ ഞാൻ തുറന്നു തരാം. ഞാൻ തുറന്നു അടിച്ചാൽ ഒന്ന് പാറ്റി അടിച്ചാൽ മതി കേട്ടോ. വെറുതെ ഒന്ന് പാറ്റി അടിച്ചു. കിട്ടി. എടാ വെറുതെ പാറ്റി അടിക്കടാ. ഉള്ളിലല്ല, അവിടെ വെറുതെ. വെറുതെ മേളിലൊന്നും അടിക്കുക. അങ്ങനെയല്ല ലിപി, അങ്ങ് ഉള്ളിലേക്കൊന്ന് വെറുതെ അടിക്കും, സ്പ്രേ അടിക്കുന്ന പോലെ. മണമുണ്ടോ എന്തായാലും? ആണോ? ഇനി ഇതിൻ്റെ ഇതിൻ്റെ കയറാ. ഇതിൻ്റെ കൈക്കും തലയ്ക്കും മാത്രമേ ഇനി പ്രശ്നം ഉണ്ടാകാത്തുണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഇനി ഇതും കൂടെ തുറക്ക. ഇതിൻ്റെ ഇവിടെ അടിയിലടാ, അടിയിൽ. അത് ഡിക്കിയ തുറന്നേ. അവിടെ അല്ലപ്പാ, ഫ്രണ്ടില് സ്റ്റീറിങ്ങിൻ്റെ അവിടെ താഴെ മൂലയിൽ ആ ബോഡിയോട് ചേർന്ന്. ഓക്കെ തുറന്നു. ഇതിൻ്റെ ഞാൻ തുറന്നു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ സാധനമുണ്ട്. ഇതെന്ത് ഇവിടെ ഞെക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഞെക്കിയിട്ട് അങ്ങ് പൊക്കിയാൽ മതി. ഞെക്കാം, അറിയാൻ തുടങ്ങി. ഈ താക്കോല് പിടിച്ചോ. അതുപോലെ തന്നെ അതിനും അടിക്കണം കേട്ടോ, എന്നാലേ സെറ്റപ്പ് ആകത്തുള്ളൂ. എന്തിയോടാ? അതെ ഇവിടെ കൊണ്ടാ ഞാൻ അടിക്കാം. അങ്ങനെയല്ല അടിക്കണ്ട, ഇങ്ങനെയാന്ന് തോന്നുന്നു. കത്തുകൂടാ. ഇനി എന്താ സെറ്റപ്പ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മേലടിക്കേ എടി, കൊച്ചിനെ കൊണ്ടുവരണ്ടേ? ഇങ്ങനെ കേട്ടോ. അടച്ചോ. പശയുടെ മണം. ഇനി തുറന്നേടാ. ഇത് തുറന്ന് ഇതിൻ്റെ ബേക്ക് തുറന്ന്. കഴിച്ച് ഇതെന്തായാലും അടിച്ചിട്ടുണ്ടോ നമ്മളെ. ഇത് എലിയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോയെന്ന് കൂട്ടിയാൽ മതി. അതിൻ്റെ ബേക്കും ഫ്രണ്ടും തുറക്കണേ. അടിച്ചിട്ട് പോകണേ, പേടിക്കാനില്ല. ഉള്ളിലടിക്കരുതെന്നാണ് പറഞ്ഞത്.
കയറുന്ന ഭാഗങ്ങളിൽ ഇത് 2-3 ആൾക്കാർ അടിച്ചിട്ട് ഭയങ്കര റിസൾട്ടായിരുന്നു പോലും. പിന്നെ നമ്മളായിട്ട് നോക്കണ്ട. എടാ ഫ്രണ്ടിൽ വേറെ എടാ. ലിവിനെ ഇങ്ങ് വന്നേ. ഓക്കെ ഈ ഒരു പ്രത്യേകം മണം കേട്ടോ ലിവിനെ. നീ പറഞ്ഞ പോലെ ഒരു പ്രത്യേകം മണം. എടാ സ്റ്റാർട്ടർ എടുക്കാൻ മറക്കരുതേ. സ്റ്റാർട്ടറും പിന്നെ അതേപോലെ തന്നെ ടൂൾസ് എല്ലാം എടുക്കണം. ഓക്കെ അവിടെ തുറന്നു. എന്നാ ഇത് പിടിച്ചേ. അത് മാത്രം ഇത് അടിച്ചോളാം. പിന്നെ സ്റ്റാർട്ടർ എടുക്കാൻ ഓർക്കണം. നമ്മുടെ വണ്ടിക്ക് എയർ അടിക്കാനുള്ള സാധനം എടുക്കാൻ ഓർക്കണം. ഇത്ര സാധനം നമ്മൾ എടുക്കാൻ ഓർക്കണേ. ഒരു പഞ്ചർ കിറ്റും കൂടെ മേടിക്കണ്ടായിരുന്നു. ഓർത്താൻ പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കൈ ഇത് പിടിച്ചേ. നമ്മളെ സംബന്ധിച്ച് ലോങ് അല്ലേ, നമ്മൾ പോകാത്ത സ്ഥലം. എന്നെ അപേക്ഷിച്ചില്ലേ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഭയങ്കര ലോങ് ആയിട്ട്, പക്ഷെ പുറത്തോട്ട് പോകാണെങ്കിൽ ഇച്ചിരി ആയിട്ട് തോന്നുക. മതി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് യൂറോപ്പ് വരെ പോയിട്ടുണ്ട്. അത് വെച്ച് നോക്കാൻ എന്നാലും ഇതിനെ ഓടിക്കുന്ന വേറെ ഫീലിംഗ് അല്ലേ.